നമസ്കാരം. കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിച്ചത് കോൺഗ്രസിന്റെ പാരമ്പര്യ രീതികളിൽ നിന്നും വ്യതിചലിച്ച് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം പേരും പിന്താങ്ങുന്ന നേതാവിനെയാണ് സാധാരണ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക പതിവ്. കെ.സി. വേണുഗോപാലിനെ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം പേരും പിന്തുണച്ചെങ്കിലും ഇത് തള്ളിയാണ് മുസ്ലിം ലീഗ് പിന്തുണച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. പ്രധാനമായും സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ലീഗിൽ നിന്നുള്ള സമ്മർദ്ദവും കോൺഗ്രസ് അണികളുടെ വികാരവും ഉൾക്കൊണ്ടാണ്. പട നയിച്ച നേതാവ് തന്നെ വേണം മുഖ്യമന്ത്രിയാകാൻ എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലുടനീളം ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ വികാരവും ഹൈക്കമാൻഡ് കണക്കിലെടുത്തുവെന്നാണ് സതീശന്റെ നിയമനം തെളിയിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നാണ് എ.ഐ.സി.സി. സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചതെങ്കിലും ഉള്ളിൽ അമർഷമുണ്ടാകുമെന്നത് ഉറപ്പാണ്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷവും പിന്തുണച്ചിട്ടും എന്തിന് തള്ളിക്കളഞ്ഞുവെന്ന് വേണുഗോപാൽ ചോദിച്ചാൽ അതിന് തൽക്കാലം ഹൈക്കമാൻഡിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും കടുത്ത അമർഷത്തിലാണെന്നാണ് സൂചന. സീനിയോറിറ്റി പരിഗണിക്കാത്തതിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. എവിടെയാണുള്ളതെന്ന കാര്യം വ്യക്തവുമല്ല. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പോയി എന്നാണ് പുറത്തുവന്ന വാർത്ത. അതേസമയം കന്റോൺമെന്റ് ഹൗസിലും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലും അണികൾ ആഘോഷത്തിലാണ്. എവിടെയും സതീശന് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങുന്നത്. അതേസമയം കേരളത്തെ രക്ഷിക്കാൻ രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിന്റെയും പിന്തുണ തേടിയാണ് സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാവുമെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരം. സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനം അറിയിക്കാൻ കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗവർണറോട് സമയം ചോദിച്ചിട്ടുണ്ട്. വന്നു കാണാൻ അദ്ദേഹം അനുമതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഒടുവിൽ മുഖ്യമന്ത്രി ആരെന്ന് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒഴിവാകുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതത്വം തന്നെയാണ്.